ഇസ്രായേലിന് തിരിച്ചടികളുടെ കാലമാണ്. അവരുടെ കരുത്തായ പ്രതിരോധ സംവിധാനം അയൺ ഡോം വമ്പൻ പരാജയമായി മാറിയിരിക്കുന്നു. അടുത്തിടെ ഹൂതികളുടെ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ ഈ പ്രതിരോധ സംവിധാനം ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. ഇസ്രായേലിനെ പോലും അമ്പരപ്പിച്ചതാണ് ഈ പരാജയം. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. ഇസ്രായേൽ സൈനികർ അയൺ ഡോമിന്റെ രഹസ്യങ്ങൾ ഇറാന് ചോർത്തി നൽകിയെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ 2 സൈനികർ ഇസ്രായേലിൽ അറസ്റ്റിലായി. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ചയിൽ കനത്ത ആശങ്ക നിലനിൽക്കെയാണ് 2 പേരുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അയൺ ഡോം യൂണിറ്റിൽ സേവനമനുഷ്ഠിച്ച യൂറി എലിയാസ്ഫോബാണ് പ്രധാന പ്രതി. ഇയാൾ 2024 സെപ്റ്റംബറിൽ ഇറാനിയൻ ഏജന്റുമായി ആശയവിനിമയം നടത്തിയതായാണ് റിപ്പോർട്ട്. അയൺ ഡോമിന്റെ വീഴ്ചകൾ ഇറാന് ഇപ്പോൾ നന്നായിട്ടറിയാമെന്നാണ് റിപ്പോർട്ട്. ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. വടക്കൻ ഇസ്രായേലിൽ നിന്നുള്ള സൈനികനാണ് അറസ്റ്റിലായത്. പോലീസും ഷിൻബെറ്റ് സെക്യൂരിറ്റി സർവീസും ചേർന്നാണ് സൈനികരെ അറസ്റ്റ് ചെയ്തതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഇസ്രായേലിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ്. സ്വന്തം സർക്കാരിനുള്ളിൽ തന്നെ കലാപക്കൊടി ഉയർന്നത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായി. വെടിനിർത്തൽ കരാർ ഗുരുതരമായ തെറ്റാണ്. ഇസ്രായേൽ ഹമാസിന് കീഴടങ്ങി. ഗസ കൈവശപ്പെടുത്തിയില്ലെങ്കിൽ നെതന്യാഹു ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നും സഖ്യകക്ഷി നേതാവ് സ്മോട്രിച്ച് നെതന്യാഹുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നാലെ ഇസ്രായേലിലെ ഭരണസഖ്യത്തിൽ നിന്ന് തന്റെ പാർട്ടി പിന്മാറുന്നതായി ബെൻഗീർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ 120 സീറ്റുകളുള്ള സെനറ്റിൽ നിലവിൽ നെതന്യാഹുവിന് 62 സീറ്റുകൾ മാത്രമാണുള്ളത്. അതേസമയം 470 ദിവസത്തെ യുദ്ധത്തിന് ശേഷം നിലവിലെ സ്ഥിതിഗതികൾ ഇസ്രായേലിന് എതിരാണ്. ഹമാസ് ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ സ്വന്തം രാജ്യത്ത് നെതന്യാഹുവിന് സമ്മർദ്ദം വർദ്ധിക്കുന്നു. നിലവിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും അത് ഇനി നടപ്പിലാക്കാൻ നെതന്യാഹുവിന് സാധിക്കില്ല. പക്ഷേ യുദ്ധം തുടരുകയാണെങ്കിൽ ഹമാസും ഹമാസ് ചേരികളും ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തും. അതിൻ്റെ ആഘാതം വലുതായിരിക്കുമെന്നും നെതന്യാഹുവിന് വളരെ നന്നായി അറിയാം. കൂടാതെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ നിൽക്കുമ്പോൾ ആക്രമണത്തിന് മുതിർന്നാൽ തക്കതായ തിരിച്ചടി നൽകുമെന്ന് യമനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ സഖ്യ സർക്കാരിലെ തീവ്ര വലതുപക്ഷം രാഷ്ട്രീയ കലാപം തന്നെ അഴിച്ചുവിട്ടിരിക്കുന്നു. കരാറിൽ പ്രതിഷേധിച്ച് മന്ത്രിമാർ രാജിവെക്കുകയും മന്ത്രിസഭയിൽ അട്ടിമറി നടക്കുകയും ചെയ്തിരിക്കുന്നു. നെതന്യാഹുവിനെതിരായ വിരുദ്ധ അഭിപ്രായങ്ങൾ രാജ്യത്ത് തലപൊക്കി തുടങ്ങുകയും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തത് വലിയ ഭീഷണിയാണ്. പുതിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇസ്രായേൽ രാഷ്ട്രീയം അസ്ഥിരപ്പെടുമെന്നും ഭരണം നഷ്ടപ്പെടുമെന്നുള്ള ഭയം നെതന്യാഹുവിന് നല്ലപോലെയുണ്ട്. ഹമാസിന്റെ തടങ്കലിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിനെ നശിപ്പിക്കാനുമുള്ള നെതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം പാഴായിപ്പോയതിൽ വലതുപക്ഷത്തിന് വലിയ നിരാശയുണ്ട്. ഈ വർഷം ഇസ്രായേലിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൽ വിജയിക്കുക എന്നത് നിലവിൽ മുഖച്ഛായ നഷ്ടപ്പെട്ട നേതാവെന്ന നിലയിൽ നെതന്യാഹുവിന് വലിയ വെല്ലുവിളി തന്നെയാണ്.